അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 20ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5 കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ എന്നാണ് ചോദ്യം. അപ്പോൾ എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയുന്ന പോയിന്റിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെല്ലോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. സോ എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ലെഫ്റ്റ് ലിമിറ്റിൻ്റെ റൈറ്റ് ലിമിറ്റിൻ്റെ ആവശ്യമില്ല, കാര്യം ഇവിടെ ലിമിറ്റിംഗ് പോയിൻ്റ് ഒന്നും പറയുന്നില്ല. സോ എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. സോ ആദ്യമായിട്ട് നമ്മളിവിടെ എഫ് ഓഫ് സിയുടെ വാല്യൂ നോക്കുന്നു. ഇവിടെ സി തന്നേക്ക് എക്സിൻ്റെ വാല്യൂ പൈ ആയതുകൊണ്ട് സിയുടെ വാല്യൂ പൈ ആയിരിക്കും. സോ എഫ് ഓഫ് പൈ കണ്ടുപിടിക്കുക. അപ്പം എഫ് ഓഫ് പൈ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിനകത്ത് എക്സിന് പകരം എന്ത് കൊടുക്കുക, പൈ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5 ആണ്. അവിടെ ഈ രണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സിന് പകരം പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈ സ്ക്വയർ മൈനസ് സൈൻ പൈ പ്ലസ് 5 എന്ന് കിട്ടും. സോ ആദ്യത്തെ പൈ സ്ക്വയർ അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കുക സൈൻ പൈയുടെ വാല്യൂ 0 ആണ്, സൈൻ എൻ പൈ 0 ആണ്. സൈൻ്റെ ആംഗിളിൽ ഏത് പൈ 2 പൈ ആണെങ്കിലും 3 പൈ ആണെങ്കിലും സൈൻ എൻ പൈ 0 ആയിരിക്കും. സോ ഈ ഒരു വാല്യൂ 0 ആണ്, ബാക്കി പ്ലസ് 5 എന്ന് വരും. സോ എഫ് ഓഫ് പൈയുടെ വാല്യൂ പൈ സ്ക്വയർ പ്ലസ് 5 ആണ്. സോ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് ആണ്. സോ എന്ത് ചെയ്യുക, വീണ്ടും എക്സിൻ്റെ വാല്യൂ പൈ ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വേണം. വീണ്ടും നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സിന് പകരം വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അത് എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5 എന്ന് എഫ് ഓഫ് എക്സിന് പകരം വാല്യൂ കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓരോ നേരത്തും എക്സിന് പകരം പൈ എന്ന് കൊടുത്ത് എഴുതിയാൽ മതി. ഇവിടെ എന്ത് ചെയ്തേക്കുക, ജസ്റ്റ് ഓരോ ടേമിന് സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് സ്ക്വയർ നടുക്ക് മൈനസ്, വീണ്ടും ഈ ടേമിന് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ എക്സ് എന്ന് വരും. വീണ്ടും നടുക്ക് പ്ലസ്, അതുപോലെ വീണ്ടും ലാസ്റ്റ് 5 അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ 5 എന്ന് കിട്ടി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് സ്ക്വയർ ആണ്. സോ എക്സിന് പകരം പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈ സ്ക്വയർ എന്ന് കിട്ടും, മൈനസ് വീണ്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ 0 എന്ന് കിട്ടും. വീണ്ടും ഇവിടെ എക്സിൻ്റെ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും, ലിമിറ്റിംഗ് വാല്യൂ 5 തന്നെയാണ്. സോ ഇവിടെയും കിട്ടിയത് നമുക്ക് പൈ സ്ക്വയർ പ്ലസ് 5 എന്ന് കിട്ടി. സോ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പൈ എന്നാണ് വന്നത്. സോ എന്തായിരിക്കും, രണ്ടും ഈക്വലായിട്ട് വന്നു. അപ്പോൾ ഫംഗ്ഷൻ പൈ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡിൽ പറയാൻ പറ്റും. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5 ആണ്. അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് മാറ്റാം. ആദ്യത്തെ ടേമിനെ എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന്, ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ പ്ലസ് 5 എന്നും രണ്ടാമത്തെ ടേം സൈൻ എക്സ് എന്നും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ പ്ലസ് 5 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ പോളിനോമിയൽസും എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5 എന്തായിരിക്കും, ഉറപ്പായിട്ടും എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതാണ് സൈൻ എക്സ്. അപ്പോൾ നമ്മൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ട് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്താണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. സോ നമുക്ക് കിട്ടിയ ഈ ഒരു ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ എഫ് എന്നും രണ്ടാമത്തെ ഫംഗ്ഷനും ജി എന്നും എടുത്തു കഴിഞ്ഞാൽ എഫും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി, അതുപോലെ ജിയും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സമ്മും ഡിഫറൻസും പ്രോഡക്റ്റും കോഷ്യൻറ്റും എല്ലാം തന്നെ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫിൻ്റെയും ജിയുടെയും ഡിഫറൻസ് എടുത്തേക്കുക എക്സ് സ്ക്വയർ പ്ലസ് 5 മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് മൈനസ് ജി ആണ് ഇവിടെ എഴുതിയേക്കുക. സോ അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്ന നോട്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ ഏത് മെത്തേഡിലും ഓപ്റ്റ് ചെയ്യാം. സോ എന്ത് ചെയ്യുക, ഇവിടെ രണ്ടാമത് പറഞ്ഞ കാര്യം ഇതാണ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ഫംഗ്ഷൻ എഫ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് 5, രണ്ടാമത്തെ ഫംഗ്ഷൻ ജി എന്ന് വെച്ചാൽ സൈൻ എക്സ് ആണ്. സോ എഫും കണ്ടിന്യൂസ് ആണ്, ജിയും കണ്ടിന്യൂസ് ആണ്. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസും കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കും, തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൈ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക ടെക്സ്റ്റിലെ 21ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പോൾ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് എന്നാണ്. അതിൽ ആദ്യത്തെ ചോദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം ആദ്യത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. സോ നമ്മൾ എടുക്കുന്നു ലെറ്റ് സി എലമെൻറ്റ് ഓഫ് ആർ എന്നെടുത്തു. സി എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ഒരു എലമെൻ്റ് ആണ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എഫ് ഓഫ് സിയുടെ വാല്യൂ ആണ്. അതായത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്നാണ് തെളിയിക്കേണ്ടത്. സോ എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിനകത്ത് എക്സിന് പകരം സി എന്ന് കൊടുക്കുക. സോ ഇവിടെ എക്സിന് പകരം സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ സി പ്ലസ് കോസ് സി എന്ന് കിട്ടും. സോ നമ്മുടെ എഫ് ഓഫ് സിയുടെ വാല്യൂ കിട്ടി. അടുത്തായിട്ട് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആണ്. സോ എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിന് പകരം സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അതുപോലെ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ടേം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് അതുപോലെ പ്ലസ് നടുക്കതുപോലെ വീണ്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി കോസ് എക്സ് അതുപോലെ എഴുതി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ആദ്യമേ സൈൻ എക്സിന് ലിമിറ്റ് സി അപ്ലൈ ചെയ്യണം. സോ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മാറ്റി എന്താക്കുക, സി എന്നാക്കുക. സോ അവിടെ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ സി എന്ന് കിട്ടും. വീണ്ടും അടുത്തത് കോസ് എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോസ് എക്സിലെ എക്സിന് പകരം ലിമിറ്റായിട്ടുള്ള സി അപ്ലൈ ചെയ്യുക. സോ അവിടെ കോസ് സി എന്നാണ് വരിക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സൈൻ സി പ്ലസ് കോസ് സി എന്നാണ് കിട്ടിയത്. സോ അത് നമ്മുടെ എഫ് ഓഫ് സിക്ക് ഈക്വൽ ആണ്. എഫ് ഓഫ് സിയും കിട്ടിയത് സൈൻ സി പ്ലസ് കോസ് സി എന്നായിരുന്നു. സോ ഈ രണ്ട് വാല്യൂസ് സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻ അറ്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും ആർ എന്ന് പറയുന്ന ഡൊമൈനിൽ. അപ്പോൾ ബാക്കി ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ബിയും സിയും. സോ അതും എന്താണ്, ഇതുപോലെ തന്നെയാണ് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ നിങ്ങളുടെ മെറ്റീരിയലുണ്ട്. സോ ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. കൊസൈന്, കൊസീക്കൻറ്റ്, സീക്കൻറ്റ് അതുപോലെ കോട്ടാൻജൻറ്റ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ആദ്യം കൊണ്ട് ചെയ്യുക നമ്മൾ കൊസീക്ക് എക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊസീക്ക് എക്സിൻ്റെ ഡൊമൈൻ പറയുന്നത് ആർ മൈനസ് സെറ്റ് എൻ പൈ എന്നാണ്. അവിടെ എൻ എന്ന് വെച്ചാൽ ഇസഡിലെ എലമെൻ്റ് ആയിരിക്കും, ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ ആർ മൈനസ് സെറ്റ് എൻ പൈ ആണ് നമ്മുടെ ഡൊമൈൻ, കൊസീക്ക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയാം. സോ നമ്മൾ എടുക്കുന്നു സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഈ ഒരു ഡൊമൈനിലെ എലമെൻ്റ് എടുക്കുകയാണ്. സോ സി എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എഫ് എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എഫ് ഓഫ് സിയുടെ വാല്യൂ കൊസീക്ക് സി എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് എക്സ് എടുത്തത് കൊസീക്ക് എക്സ് ആണ് എങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ എക്സ് മാറ്റി എന്താക്കുക, സി ആക്കുകയാണെങ്കിൽ കൊസീക്ക് സി എന്ന് കിട്ടും. സോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. സോ അവിടെ ലിമിറ്റ് അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ കൊസീക്ക് എക്സ് എന്ന് കൊടുത്തു. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇതാണ്, തന്നിരിക്കുന്ന ഫംഗ്ഷനെ തിരിച്ചെഴുതുക. അപ്പോൾ കൊസീക്കാണെങ്കിൽ 1/sin എന്ന് എഴുതുക. അതുപോലെ സീക്കാണെങ്കിൽ 1/cos എന്ന് എഴുതുക. കോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, 1/tan എന്ന് മാറ്റുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഇവിടെ കൊസീക്ക് ആയതുകൊണ്ട് നമ്മൾ ആ ഫംഗ്ഷനെ മാറ്റി 1/sin എക്സ് എന്ന് എഴുതി. സോ എന്ത് ചെയ്യാൻ പറ്റും, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എക്സിന് പകരം സി എന്ന് കൊടുക്കുക. സോ അവിടെ 1/sin സി എന്ന് കിട്ടും. കാരണം സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ സൈൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/sin സി എന്ന് കിട്ടി. സോ എന്ത് കിട്ടി, നമുക്കിവിടെ 1/sin സി കണ്ടിന്യൂസ് എന്ന് കിട്ടി. അതായത് 1/sin സി തിരിച്ചെഴുതുകയാണെങ്കിൽ സൈന് വീണ്ടും മേളിൽ പോയി കഴിഞ്ഞാൽ അത് കൊസീക്ക് സി എന്ന് കിട്ടും. സോ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടിയത് കൊസീക്ക് സി എന്നാണ്. സോ കൊസീക്ക് സി തന്നെയാണ് നമ്മുടെ എഫ് ഓഫ് സിയുടെയും വാല്യൂ. സോ രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. അതുകൊണ്ട് എന്തായിരിക്കും, സി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഫംഗ്ഷൻ ആയിട്ടുള്ള കൊസീക്ക് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. സിൻസ് സി ഈസ് എ റിയൽ നമ്പർ ഇൻ ദ ഡൊമൈൻ ദ കൊസീക്കൻ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ആർ എക്സെപ്റ്റ് ഫോർ എക്സ് ഈക്വൽ ടു n/, ആണ്. അതായത് ഈ ഡൊമൈനകത്ത് ഡൊമൈൻ ആറാണ്, അതൊഴിച്ച് ഈ n/, ഒഴിച്ചുള്ള ബാക്കി വാല്യൂസിൽ മാത്രമേ എന്തായിരിക്കത്തുള്ളൂ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കുള്ളൂ. സോ എന്ത് കിട്ടി, ഇതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ സീക്ക് ഫംഗ്ഷനും അതുപോലെ കോട്ട് ഫംഗ്ഷനും ഈ സെയിം മെത്തേഡിൽ ചെയ്തു വരിക. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യുക 24ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക.
ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഡിറ്റർമൈൻ ഇഫ് എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x കോമ ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0ക്ക് ഈക്വൽ അല്ല എങ്കിൽ 0 അല്ലാത്ത ഏത് വാല്യൂ എക്സിന് വന്നാലും ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x ആയിരിക്കും. അതുപോലെ എക്സിൻ്റെ വാല്യൂ 0ക്ക് ഈക്വലായിട്ട് വരികയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് എക്സിൻ്റെ വാല്യൂ 0 അല്ലാതെ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഇവിടെ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. അതുപോലെ രണ്ടാമത്തെ ടേം സൈൻ 1/x ആണ്, അതൊരു ട്രിഗണോമെട്രിക് വാല്യൂവുമാണ്. സോ ആദ്യത്തെ ഒരു പോളിനോമിയലും രണ്ടാമത്തത് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമാണ്. ഈ രണ്ട് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റും കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റാണ്. സോ കിട്ടുന്ന റിസൾട്ടും ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x എക്സ് നോട്ട് ഈക്വൽ 0 ആയിട്ടുള്ള എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇനി അടുത്ത് നോക്കാനുള്ളത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ്. സോ ആദ്യം തുടക്കം പറഞ്ഞ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തായിട്ട് നമ്മൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യുക. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അതുപോലെ ബാക്കി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x എന്നാണ്. സോ ഫംഗ്ഷന് വാല്യൂ കൊടുത്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ട ഓരോ ടേമിനും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ ആദ്യത്തെ ടേം എക്സ് സ്ക്വയറിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ എന്ന് വരും, ഇൻറ്റു രണ്ടാമത്തെ ടേം സൈൻ 1/x ആണ്, അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 1/x എന്ന് കിട്ടി. സോ ബാക്കി ആൻസർ. അപ്പോൾ നമ്മളെ ആദ്യത്തെ ടൈം ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് സ്ക്വയർ ആയിരുന്നു. അവിടെ എക്സിന് പകരം 0 ആയിട്ടുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ടൈം 0 എന്നായിരിക്കും വരിക. രണ്ടാമത്തെ ടൈം ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 1/x ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം സൈൻ 1/x മോഡ് സൈൻ 1/xൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതായത് എപ്പോഴും 1 1 താഴെയോ ആയിരിക്കും. സോ അത് ലിമിറ്റ് അപ്ലൈ ചെയ്താലും എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പറാണെന്ന് വിചാരിക്കുക, ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. പക്ഷേ ഏത് നമ്പർ ആയാലും നമുക്ക് പ്രശ്നമില്ല. കാര്യം ഇവിടെ നമ്മൾ ആദ്യമേ 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 0 കൊണ്ട് ഏത് നമ്പറിനെ, ഇവിടെ വരുന്ന നമ്പർ ഏത് തന്നെ ആയാലും ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും റിസൾട്ട് 0 തന്നെയാണ്. അതുകൊണ്ട് 0 ഇൻറ്റു ഒരു ഫൈനൈറ്റ് നമ്പർ എന്നെടുക്കുന്നു. സോ റിസൾട്ട് 0 തന്നെ എന്ന് കിട്ടി. സോ അടുത്തിട്ട് നമുക്ക് വേണ്ടത് എഫ് ഓഫ് സിയുടെ വാല്യൂ ആണ്. അതായത് ഇവിടെ സിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് എഫ് ഓഫ് 0യുടെ വാല്യൂ അത് 0 തന്നെയായിരിക്കും. കാരണം ക്വസ്റ്റിനകത്തുണ്ട് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണെന്ന് ക്വസ്റ്റിനകത്തുണ്ട്. സോ എഫ് ഓഫ് 0യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്നാണ് കിട്ടിയത്. ഇതാണ് നമ്മുടെ ലിമിറ്റിൻ്റെ കണ്ടീഷൻ, അത് സാറ്റിസ്ഫൈഡ് ആയി. സോ എന്തായിരിക്കും, ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് നോട്ട് ഈക്വൽ 0 ആകുമ്പോഴും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതായത് 0 അല്ലാത്ത ഏത് പോയിൻ്റ് എടുത്താലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ 0യിലും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതായത് റിയൽ നമ്പേഴ്സിൽ ഏത് പോയിൻ്റ് എടുത്താലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. സോ എന്തായിരിക്കും, ഫംഗ്ഷൻ R ക്യാപിറ്റൽ R എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുക 28ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ചോദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ഈക്വൽ ടു കോസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം അറ്റ് എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയുന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഈ കെയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയുന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും പൈ എന്ന് പറയുന്ന പോയിൻറ്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. എഗെയിൻ അത് ഈക്വൽ ടു എഫ് ഓഫ് പൈയുമായിരിക്കും. സോ ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ
ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കും വരിക. ഇനി നമുക്കിവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വേണം. അതായത് എക്സിൻ്റെ വാല്യൂ പൈയേക്കാൾ ചെറുതാകുമ്പോൾ ചെറുതാകുമ്പോഴുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ കെ എക്സ് പ്ലസ് 1 ആണ്. ഇവിടെ അതാണ് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ പൈയേക്കാൾ ചെറുതാണ്. സോ എന്തായിരിക്കും അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ കെ എക്സ് പ്ലസ് 1 എന്ന് എടുക്കാം. സോ ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ കെ എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തു. ഇനി നമ്മുടെ ലിമിറ്റായിട്ടുള്ള പൈ അപ്ലൈ ചെയ്യാം. സോ എക്സിന് പകരം പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കെ ഇൻറ്റു പൈ പ്ലസ് 1 എന്ന് കിട്ടി ലെഫ്റ്റ് ലിമിറ്റ്. അടുത്തായിട്ട് വേണ്ടത് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് എന്നാണ്. സോ എന്ത് ചെയ്യുക, ഇനി നമുക്കിവിടെ വീണ്ടും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വേണം. ഇവിടെ എക്സ് ടെൻസ് ടു പൈ പ്ലസ് ആണ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ പൈയേക്കാൾ കൂടുതലാകുമ്പോഴുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. സോ ഉള്ള ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കോസ് എക്സ് എന്നാണ്. സോ അതാണ് ഇവിടെ എക്സ് ടെൻസ് ടു പൈ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുക. എക്സിൻ്റെ വാല്യൂ പൈയേക്കാൾ കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എടുക്കേണ്ടത് അതുകൊണ്ട് കോസ് എക്സ് എന്നാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് കോസ് എക്സ് എന്ന് വരും. വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ എക്സിന് പകരം പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. എക്സിന് പകരം പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോസ് പൈ എന്ന് കിട്ടും. സോ കോസ് എൻ ബൈ -1 ആണ് ഓർമ്മിച്ചേക്കുക. കോസ് പൈ ആണെങ്കിലും കോസ് 2π ആണെങ്കിലും അതുപോലെ കോസ് 3π ഏത് വന്നു കഴിഞ്ഞാലും കോസ് പൈയുടെ വാല്യൂ -1 ആണ്. സോ എന്ത് കിട്ടി, ഇവിടെ -1 എന്ന് കിട്ടി. അടുത്തിട്ട് നമുക്ക് എഫ് ഓഫ് സി അല്ലെങ്കിൽ എഫ് ഓഫ് പൈയുടെ വാല്യൂ ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ പൈക്ക് ഈക്വൽ ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമ്മുടെ ഈക്വൽ ടു സൈൻ ഉള്ളത് ആദ്യത്തെ കണ്ടീഷനിലാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആകുമ്പോൾ അവിടെ ഈക്വൽ ടു പൈ എന്നുണ്ട്. സോ എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ പൈ ആകുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ കെ എക്സ് പ്ലസ് 1 തന്നെ. എക്സിന് പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെ ഇൻറ്റു പൈ പ്ലസ് 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കേണ്ടത് ഇനി ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടിയത് പൈ ഇൻറ്റു കെ പ്ലസ് 1 എന്നും റൈറ്റ് ലിമിറ്റ് കിട്ടിയത് -1 എന്നുമാണ്. സോ അത് ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്നും ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ വേണ്ടേ ഈ 1 ഇപ്പുറം വന്നു കഴിഞ്ഞാൽ -1 എന്ന് വരും. സോ -1 കൂടെ -2 എന്ന് വന്നു. ബാക്കി ഇവിടെ പൈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് കെയോട്. സോ ആ കെ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. സോ -2/π ആയിരിക്കും നമുക്ക് കെയുടെ വാല്യൂ കിട്ടുക. ഇവിടെ ക്വസ്റ്റിനകത്ത് കെയുടെ വാല്യൂ ആയിരുന്നു ചോദിച്ചത്. സോ കിട്ടിയ കെയുടെ വാല്യൂ -2/π ആണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 18ാമത്തെ ചോദ്യമാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 18ാമത്തെ ചോദ്യമല്ല, നിങ്ങളുടെ ടെക്സ്റ്റിലെ 30ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 30ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഇഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 ഈക്വൽ ടു 21 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമുക്ക് ഇവിടുന്ന് എയുടെയും ബിയുടെയും വാല്യൂസാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പറയുന്ന പോലെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ എന്തായിരിക്കും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിൻറ്റുകളിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് 2 പോയിൻറ്റിലാണ്. ഒന്നെന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന പോയിൻറ്റും ഉണ്ട്, അതുപോലെ 10 എന്ന് പറയുന്ന പോയിൻറ്റും ഉണ്ട്. സോ 2ലും 10ഉം ഈ 2 പോയിൻറ്റിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഈ 2 പോയിൻറ്റിലെയും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക. സോ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമേ 2 എന്ന് പറയുന്ന പോയിൻറ്റിലെ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. സോ എന്ത് ചെയ്യുക, 2ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെക്ക് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന പോയിൻറ്റിലെ ലെഫ്റ്റ് ലിമിറ്റാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ നമുക്കിനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ചൂസ് ചെയ്യണം. അതായത് എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ ചെറുതാകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ അതിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2ഓ 2വിൽ ചെറുതോ ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 5 എന്നാണ് തന്നേക്കുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 5 ആണ് കൊടുത്തേക്കുക. സോ എന്നിട്ട് നമുക്കിവിടെ എഫ് ഓഫ് എക്സിന് പകരം 5 എന്ന് കൊടുക്കാൻ പറ്റും.
സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 5 എന്ന് വന്നു. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. പക്ഷേ ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല, കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ വാല്യൂ അതുപോലെ എഴുതുക. 5 തന്നെയായിരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്താലും കിട്ടുക. സോ ലെഫ്റ്റ് ലിമിറ്റ് നമുക്കിവിടെ കിട്ടിയത് 5 എന്ന് കിട്ടി. ഇനി അടുത്തായിട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് വേണ്ടത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതായത് ഇനി നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുമ്പോൾ, അതാണ് 2 പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുക. എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 ആകുമ്പോൾ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുതലും 10നേക്കാൾ ചെറുതുമാണ്. സോ അന്നേരം ഫംഗ്ഷൻ്റെ വാല്യൂ ax പ്ലസ് ബി എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 2വിനേക്കാൾ കൂടുതൽ. സോ ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. 2 ലെസ് ദാൻ എക്സ് ആകുമ്പോൾ, അതായത് എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുതലാണ്. എക്സിൻ്റെ വാല്യൂ ഇവിടെ എക്സ് ലെസ് ദാൻ ഇങ്ങനെ സിമ്പിൾ എടുക്കുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുതലാണെന്നുണ്ട്. സോ ആ ഒരു സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ax പ്ലസ് ബി ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഫ് ഓഫ് എക്സിന് പകരം ax പ്ലസ് ബി എന്ന് കൊടുക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ax പ്ലസ് ബി എന്ന് വന്നു. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റായിട്ടുള്ള 2 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സിന് പകരം 2 എന്ന് കൊടുക്കുക. സോ എക്സിന് പകരം 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2a പ്ലസ് ബി എന്ന് കിട്ടും ലിമിറ്റ്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കിട്ടി, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കിട്ടി. ഇനി എഫ് ഓഫ് 2വിൻ്റെ വാല്യൂ കൂടെ വേണം. അതായത് എഫ് ഓഫ് സി, ഇവിടെ സിയുടെ വാല്യൂ 2 ആണ്. അത് എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഈക്വൽ ടു സൈൻ ഉള്ളത് ഇവിടെ ആദ്യത്തെ കണ്ടീഷനിലാണ്. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണ്. അതുകൊണ്ട് എഫ് ഓഫ് 2വിൻ്റെ വാല്യൂ 5 എന്ന് കിട്ടും. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്തായിരിക്കും, ഈ രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. സോ എന്ത് ചെയ്യുക, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 2a പ്ലസ് ബി ഈക്വൽ ടു 5 എന്ന് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും. സോ അവിടെ ഇട്ട് വെച്ചു. അടുത്തായിട്ട് നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് 10 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ നമുക്ക് 10 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി നോക്കാം. ആദ്യമായിട്ട് ലെഫ്റ്റ് ലിമിറ്റാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വേണം. അതായത് എക്സിൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതാകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ആ ലിമിറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അവിടെ രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്നാണ്. സോ അവിടെ എക്സിൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതാണ്. ഓക്കെ, എക്സ് ലെസ് ദാൻ 10 എന്ന കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ax പ്ലസ് ബി ആണ്. സോ ഫംഗ്ഷന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ax പ്ലസ് ബി എന്ന് കൊടുത്തു. ഇനി നമ്മുടെ ലിമിറ്റായിട്ടുള്ള 10 അപ്ലൈ ചെയ്യാം. എക്സിന് പകരം 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 ഇൻറ്റു a പ്ലസ് ബി എന്ന് കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അടുത്തായിട്ട് വേണ്ടത് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. സോ വീണ്ടും നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയാം. സോ എക്സിൻ്റെ വാല്യൂ 10നേക്കാൾ കൂടുതലാകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ദെൻ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 21 ആണെന്ന് ക്വസ്റ്റ്യനകത്തുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10നേക്കാൾ കൂടുതലാണെങ്കിൽ, 10 10ൽ കൂടുതലും ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 21 ആണ്. അതാണ് അവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരിക. സോ ഫംഗ്ഷനകത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് 21 എന്നാണ് കിട്ടുക. ഇവിടെയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താലും വാല്യൂ തന്നെ ആയിരിക്കും, 21 തന്നെയായിരിക്കും. വീണ്ടും നമ്മൾ അടുത്തായിട്ട് വേണ്ടത് എഫ് ഓഫ് സി ആണ്. അതിവിടെ ആവശ്യമില്ല. സോ എന്ത് ചെയ്യുക, നമ്മൾ ഇനി രണ്ട് ലിമിറ്റ് കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. സോ രണ്ട് ലിമിറ്റ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 10a പ്ലസ് ബി ഈക്വൽ ടു 21 എന്നായിരിക്കും വരിക. സോ ഇതിന് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ കൊടുത്തു. ഇനി ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു, 2a പ്ലസ് ബി ഈക്വൽ ടു 5ഉം രണ്ടാമത്തെ ഇക്വേഷൻ 10a പ്ലസ് ബി ഈക്വൽ ടു 21 സോ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവിടെ ബിയും കോഎഫിഷ്യൻ്റ് സെയിം ആണ്, 1 ആയതുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നു. സോ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ടൈം 10a മൈനസ് 2a, 10aയിൽ നിന്നും 2a കുറച്ച് കഴിഞ്ഞാൽ 8a എന്ന് വരും. ബി മൈനസ് ബിയുടെ വാല്യൂ 0 ആണ്. ഇവിടെ മൈനസ് ചെയ്യുകയാണെങ്കിൽ 21 മൈനസ് 5 16 ഈ നെഗറ്റീവ് കളയാൻ വേണ്ടിയാണ് തിരിച്ച് മൈനസ് ചെയ്ത്, അല്ലെങ്കിൽ 1 നിന്ന് 2 മൈനസ് ചെയ്താലും മതി. സോ ഇവിടെ 8a ഈക്വൽ ടു 16 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് എയുടെ വാല്യൂ 8 ഇപ്പുറം വരികയാണെങ്കിൽ 16/8 2 എന്നായിരിക്കും കിട്ടുക. സോ നമുക്കവിടെ എയുടെ വാല്യൂ 2 എന്ന് കിട്ടി. സോ ഇനി എന്ത് ചെയ്യണം, ബിയുടെ വാല്യൂ വേണം. സോ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനകത്ത് എയ്ക്ക് പകരം 2 എന്ന് കൊടുക്കുന്നു.
സോ എക്ക് 2 എന്ന് കൊടുത്താൽ 2 × 2 + b = 5 എന്നായിരിക്കും വരിക. അതിൽ നിന്ന് ബിയുടെ വാല്യൂ സോ എന്ത് ചെയ്യുക, ഈ ഒരു 2 × 4 ആണ്. 4 റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ -4 എന്ന് വരും. സോ 5 - 4 1 ആണ്. സോ അവിടെ എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ 1ഉം ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ 33ാമത്തെ ചോദ്യമാണ്. സോ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സാമിൻ ദാറ്റ് സൈൻ മോഡ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ചോദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈൻ മോഡ് എക്സ് ആണ്. അപ്പോൾ സൈൻ മോഡ് എക്സ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ സൈൻ മോഡ് എക്സ് ആണ്, അതായത് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പിനേഷനാണ് വരിക. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ മോഡ് എക്സ് എന്ന് പറയുന്ന ഒരു മോഡുലസ് ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്ന f(x) സൈൻ മോഡ് എക്സ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലെ എല്ലാ ചോദ്യം രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മളിതിനെ കോമ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൂവ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ജി എന്നെടുക്കുന്നു. ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും അതുപോലെ എച്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഫംഗ്ഷനുണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും ജി കോമ്പോസിഷൻ എച്ചും കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമ്മുടെ കണ്ടിന്യൂസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു. അപ്പം ജിയും എച്ചും രണ്ട് ഫംഗ്ഷനാണ്. ജിയും എച്ചും കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും അവയുടെ കോമ്പിനേഷനായിട്ടുള്ള ജി കോമ്പോസിഷൻ h(x)ഉം കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഈ കോമ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ f(x) = സൈൻ മോഡ് എക്സ് എന്നെടുത്തു. സോ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയിരിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ജിയും എച്ചും ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് സെലക്ട് ചെയ്യണം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ എക്സും ഉണ്ട്. തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് സൈൻ എക്സും അതുപോലെ മോഡ് എക്സുമാണ് രണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻസ്. സോ ആദ്യമേ നമ്മൾ g(x) എന്ന് സൈൻ എക്സിനെയും അതുപോലെ h(x) എന്ന് മോഡ് എക്സിനെയും എടുത്തു. സോ g(x)മായി h(x)മായി സോ എന്താണ് ഇവിടെ g(x)ഉം h(x)ഉം കണ്ടിന്യൂസ് ആണ് ഓൾറെഡി. അതായത് g(x) എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്, അതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. അത് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. സോ അടുത്ത h(x) എന്ന് പറയുന്നത് ഒരു മോഡുലസ് ഫംഗ്ഷനാണ്. സോ എല്ലാ മോഡുലസ് ഫംഗ്ഷനും എല്ലാ പോയിന്റുകളിലും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ g(x)ഉം കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ h(x)ഉം കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് വേണ്ടത് ഇവരുടെ കോമ്പിനേഷനാണ്, ജി കോമ്പോസിഷൻ h(x) ആണ് വേണ്ടത്. സോ ജി കോമ്പോസിഷൻ h(x) എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോമ്പിനേഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കാണും. സോ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, ഈ ഒരു കോമ്പിനേഷൻ മാറ്റി അവിടെ ബ്രാക്കറ്റ് ആക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോമ്പിനേഷൻ മാറ്റിയിട്ട് അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇനി നമ്മൾ എപ്പോഴും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ആദ്യത്തെ ഏറ്റവും അകത്തുള്ള ടേം എന്ന് പറയുന്നത് h(x) ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഒരു h(x)ന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ h(x)ൻ്റെ വാല്യൂ മോഡ് എക്സ് എന്നാണ്. അതുകൊണ്ട് ഈ ഒരു h(x)ന് പകരം മോഡുലസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ബാക്കി ഇവിടെ ഉള്ളത് g(mod x) ആണുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ഇനി ബാക്കിയുള്ള ഒരേ ഒരു ടീം g(mod x) ആണ്. സോ ബാക്കിയുള്ള g(x) എന്ന് പറയുന്ന ടീം നോക്കുക. അപ്പം g(x)ൻ്റെ വാല്യൂ സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് g(mod x)ഉം. സോ ഇവിടെയുള്ള സൈൻ എക്സിനകത്ത് എക്സിന് പകരം ഇവിടെ ബ്രാക്കറ്റ് എന്ത് കിടക്കുന്നു ആ ടീം അതുപോലെ കൊടുക്കുക. സോ ഇവിടെ സൈൻ എക്സിന് പകരം എക്സിൻ്റെ സ്ഥാനത്ത് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന മോഡ് എക്സ് എന്ന് അതുപോലെ കൊടുത്താൽ മതി. സോ എന്ത് കിട്ടും, സൈൻ മോഡ് എക്സ് എന്ന് കിട്ടും. സോ സൈൻ മോഡ് എക്സ് തന്നെയാണ് നമ്മുടെ f(x). അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ആദ്യമേ എടുത്ത f(x)ൻ്റെ വാല്യൂ സൈൻ മോഡ് എക്സ് എന്ന് തന്നെയാണ്. സോ ഇവിടെ ജി കോമ്പോസിഷൻ h(x)ൻ്റെ വാല്യൂ കിട്ടിയതും =f(x) എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കോമ്പിനേഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും തന്നിരിക്കുന്ന f(x) അല്ലെങ്കിൽ സൈൻ മോഡ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷൻസ് വരുന്ന ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു മെത്തേഡായിരിക്കും ചെയ്യുക. കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. സോ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന അടുത്ത പോർഷൻ എന്ന് പറയുക ഡിഫറൻഷ്യബിലിറ്റി ആണ്. അതായത് ഡെറിവേറ്റീവ്സിലേക്ക് കയറുകയാണ്.
അപ്പോൾ നിങ്ങളുടെ +1 പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ആ ഡെറിവേറ്റീവ്സിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ +2 ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ അവിടെ പഠിച്ച കുറച്ച് ഇക്വേഷൻസും റൂളുകളുമൊക്കെ ഇവിടെയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുക. സോ നമ്മൾ അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ, പുതുതായിട്ടൊന്നും തന്നെ ഇല്ല. അവിടെ പഠിച്ച അതേ കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2 ഫംഗ്ഷൻ യുവും വിയും ഉണ്ടെങ്കിൽ u+v', അവിടെ ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവിനെയാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ പറയുന്നു f(x) എന്ന് പറയുകയാണെങ്കിൽ ആ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ f'(x), ഓക്കെ, നമ്മൾ f'(x) എന്നോ അല്ലെങ്കിൽ d/dx(f(x) എന്നോ അതുമല്ലെങ്കിൽ നമ്മൾ y'. അപ്പോൾ ഈ ലെറ്റേഴ്സ് കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ. f'(x) എന്നോ അല്ലെങ്കിൽ d/dx(f(x) എന്നോ അല്ലെങ്കിൽ y' എന്നിങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ യുവും വിയും 2 വേരിയബിൾസ് ആണെങ്കിൽ u+v' എന്ന് വെച്ചാൽ u+vയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓരോ ടേമിൻ്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുത്ത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ u'+v' ആയിരിക്കും. അതുപോലെ തന്നെ u-v' ആണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, നടുക്ക് മൈനസ് ആയതുകൊണ്ട് ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് എടുത്ത് നടുക്ക് മൈനസ് കൊടുത്താൽ മതിയാവും. ഇനി k(u) ആണെങ്കിൽ, അതായത് k ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഡിഫറൻസിയേഷനകത്ത് വരികയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും. k ബാക്കി അകത്തുള്ള ടേം യുവിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതിയാവും. സോ ഇനി u(v) ആകുകയാണെങ്കിൽ, അപ്പോൾ 2 വേരിയബിൾസിൻ്റെ പ്രോഡക്റ്റ് ആണ് വരിക. 2 വേരിയബിൾസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ടാണ് ചോദിക്കുക എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ പ്രോഡക്റ്റ് റൂളായിരുന്നു. നമ്മുടെ റൂൾ ഇങ്ങനെയാണ്: ആദ്യത്തെ ഫംഗ്ഷൻ യുവും രണ്ടാമത്തെ ഫംഗ്ഷൻ വിയും ആണെങ്കിൽ അവിടെ u(v) എന്ന് പറയുന്നത് u'(v) പ്ലസ് u(v') ആണ്. ഈ ഒരു ഇക്വേഷൻ നോക്കണ്ട, ഇത് മാത്രം മതി. അതായത് u'(v) പ്ലസ് u(v') തിരിച്ച് എഴുതിയാലും മതി. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ, നടുക്ക് പ്ലസ് ആണ്. വീണ്ടും ആദ്യത്തെ ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ് നമ്മൾ പഠിച്ച പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുക. ഇത് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും 2 ഫംഗ്ഷൻ്റെ 2 വേരിയബിൾസിൻ്റെ പ്രോഡക്റ്റിൻ്റെ എന്തെടുക്കണം, ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. ഇത് തിരിച്ച് പഠിച്ച് വെച്ചാലും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്ന റൂള്. അതുപോലെ തന്നെ അവിടെ കോഷ്യൻ റൂളാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. അതായത് u/v ഫോം ആണെങ്കിൽ, അപ്പോൾ കോഷ്യൻ്റ് ഫോമിലുള്ള 2 വേരിയബിൾസ് തരികയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് കോഷ്യൻ റൂള്. സോ u/v ഫോമിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് വീണ്ടും ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ കോഷ്യൻ്റ് റൂൾ എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കുക, u/vയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് u'(v) മൈനസ് u(v') ഹോൾ ബൈ v സ്ക്വയർ ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻസാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അവിടെ പ്രോഡക്റ്റ് റൂളും ഉണ്ട്, അതുപോലെ കോഷ്യൻ റൂളും. ആ 2 ഇക്വേഷൻസ് ബൈ ഹാർട്ടാക്കി വെക്കുക. സോ ഇനി നമ്മൾ കുറച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സാണ് പഠിക്കുക. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുള്ളതാണ്, ഒന്നും കൂടെ ഓർക്കുക. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1, 2 എന്നൊക്കെ പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്. അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. അതുപോലെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി x⁻n ഡെറിവേറ്റീവ് nx⁻n-1 ആണ്. അതുപോലെ 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. √x ഡെറിവേറ്റീവ് 1/2√x ആണ്. അപ്പോൾ sin xൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. cos xൻ്റെ ഡെറിവേറ്റീവ് -sin x. അതുപോലെ tan xൻ്റെ ഡെറിവേറ്റീവ് sec² ആണ്. sec xൻ്റെ ഡെറിവേറ്റീവ് sec tan x എന്നാണ്. cosec xൻ്റെ ഡെറിവേറ്റീവ് -cosec x cot x. അതുപോലെ cot xൻ്റെ ഡെറിവേറ്റീവ് -cosec square x ആണ്. ഇത് രണ്ടും കൂടെ പഠിച്ച് വെക്കുക. log xൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അതുപോലെ e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഇത്രയും ഡെറിവേറ്റീവ്സും ഇതിനകത്ത് മെയിനായിട്ട് ആദ്യത്തെ ഇക്വേഷൻ നോക്കണമെന്നില്ല. ഈ 2 ഇക്വേഷൻസ്, അതായത് പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും, പിന്നെ ഇത്രയും ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സും നല്ലതുപോലെ ബൈ ഹാർട്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം.
അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ഐഡിയാസാണ് പറയുക. നമ്മൾ നേരത്തെ കണ്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക നമുക്ക്. അപ്പോൾ കുറച്ച് ഫംഗ്ഷൻസും അതിൻ്റെ ഡെറിവേറ്റീവ്സുമാണ് നമ്മളിവിടെ നോക്കുക. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2x ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ d/dx ഓഫ് എക്സ് പ്ലസ് 2x എന്നാണ് എഴുതുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ രണ്ട് വേരിയബിൾസിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുത്തെന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതിയാവും. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനായിട്ടുള്ള എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. 1 അതുപോലെ എഴുതി, നടുക്ക് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് സൈൻ കൊടുത്തു. ബാക്കിയുള്ളത് 2x എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ 2xയിലെ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ആ 2വിനെ അതുപോലെ പുറത്ത് വെച്ചു ഇൻറ്റു ബാക്കിയുള്ളത് x ആണ്. സോ വീണ്ടും എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അതുപോലെ കൊടുത്തു. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1 + 2 = 3 എന്നായിരിക്കും കിട്ടുക. അതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² + 4 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവാണ്, അതായത് d/dx ഓഫ് x² + 4 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ x² എന്ന് വെച്ചാൽ x⁻n ഫോമാണ്. x⁻n ഫോമിലാണ് ഫംഗ്ഷൻ കിടക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് x⁻n ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് nx⁻n-1 ആണ്. സോ എന്ത് ചെയ്യും, ഇവിടെ n സ്ഥാനത്ത് 2 ആണ് ഉള്ളത്. അപ്പോൾ പവർ 2 ആയതുകൊണ്ട് n വരുന്നതായിരിക്കും 2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആദ്യത്തെ ടൈമായിട്ടുള്ള x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 × x⁻2-1. ഇതിന് വരുന്നത് കൊടുത്ത് നമ്മൾ അവിടെ 2 എന്ന് കൊടുത്താൽ 2 - 1 എന്ന് കിട്ടും. ബാക്കി ഉള്ളത് 4 ആണ്, നടുക്ക് പ്ലസ് അതുപോലെ. അപ്പോൾ 4 എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അവിടെ വേരിയബിൾസ് ഒന്നുമില്ല, എക്സിൻ്റെ ടൈം ഒന്നും കൂടെ ഇല്ല. സോ അതൊരു കോൺസ്റ്റൻ്റ് ടൈമാണ്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എന്തായിരിക്കും, ഇവിടെ 4ൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2x⁻2-1 വാല്യൂ 1 ആണ്. സോ അവിടെ 2x എന്ന് കിട്ടും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ വീണ്ടും അടുത്ത ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ x⁵ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് d/dx ഓഫ് x⁵ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, വീണ്ടും എന്താണ് ഇവിടെ x⁻n ഫോമിലാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ വീണ്ടും ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, nx⁻n-1 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇക്വേഷനൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനൊരു ടീം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, ആ പവർ അതുപോലെ എഴുതുക. അപ്പോൾ ഇവിടെ പവർ എടുത്തിറക്കുക 5 ആണ്. സോ 5 × എക്സിൻ്റെ മുകളിൽ ഈ പവറിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പം x⁻4 എന്ന് വരും. 5x⁻4 ആയിരിക്കും x⁻5ൻ്റെ ഡെറിവേറ്റീവ്. നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ x⁻6 ആണെങ്കിൽ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് എഴുതാൻ വേണ്ടി ആ പവർ ആദ്യമേ അതുപോലെ എഴുതുക. ബാക്കി എക്സിൻ്റെ പവറിൽ 1 കുറയ്ക്കുക. അപ്പോൾ 6 1 കുറച്ച് കഴിഞ്ഞാൽ 5 എന്ന് വരും. അപ്പം 6x⁵5 ആയിരിക്കും നമ്മുടെ ഡെറിവേറ്റീവ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x⁻5 ആണ്. അപ്പോൾ x⁻5ൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടത്. സോ വീണ്ടും നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ് ഇവിടെ x⁻n എന്ന് പറയുന്ന ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വീണ്ടും എന്താണ്, nx⁻n-1 തന്നെ. അപ്പോൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ n സ്ഥാനത്ത് ഇവിടെ -5 ആണുള്ളത്. സോ -5 × x⁻n-1. അപ്പോൾ -5 - 1 എന്ന് കിട്ടും. സോ വീണ്ടും നോക്കുകയാണെങ്കിൽ -5 അതുപോലെ. ബാക്കി എക്സിൻ്റെ പവറിൽ -5 - 1 എന്ന് വെച്ചാൽ -6 ആണ്. സോ എന്ത് കിട്ടി, -5x⁻6 ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sin x² ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 2 ഫംഗ്ഷൻസാണ് വരിക. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് sin x ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് മാത്രമായിരുന്നുവെങ്കിൽ എന്താണ്, അത് sin x ആണ്. sin x ഡെറിവേറ്റീവ് നമുക്ക് cos x എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് വേറൊരു ഫംഗ്ഷനായിട്ടുള്ള x² ആണ് കിടക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമതൊരു ഫംഗ്ഷൻ വന്നേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്തു വന്ന പോലെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. അതിവിടെ നോക്കുകയാണെങ്കിൽ ഒറ്റ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. 2 ഫംഗ്ഷൻ കമ്പൈൻ ചെയ്ത് തരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഫംഗ്ഷൻസ് എന്താണ് കമ്പൈൻ ചെയ്ത് വന്നേക്കാണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ sin x ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ x² ആണ്. അങ്ങനത്തെ രണ്ടാമത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ കോ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അങ്ങനെ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള x² ആണ് ഇവിടുത്തെ കോ ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്
അതുപോലെ എഴുതുക. ആ ഡെറിവേറ്റീവിനെ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയാം.